കാര്യം പ്രസിഡിയം പ്രതിനിധി അറിയിച്ചുകൊണ്ടുള്ള ഒരാമുഖ സംഭാഷണത്തിന് ശേഷം ഇന്ന് സമ്മേളനം തുടങ്ങിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾക്കെതിരായി പൊതുസമൂഹം അണിനിരക്കണമെന്ന ആഹ്വാനത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ജനകീയമായ കൂട്ടായ്മയിലൂടെ കൂടി പ്രതിരോധിക്കാനാവണമെന്ന കാര്യം ആഹ്വാനം ചെയ്യുന്ന സഖാവ് CS സുജാത അവതരിപ്പിച്ച പ്രമേയത്തിലൂടെയാണ് ആദ്യത്തെ സമ്മേളനത്തിൻ്റെ തുടക്കം. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. 2022 4.5 ലക്ഷം പേർ അക്രമത്തിനിരയായി എന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്കനുസരിച്ച് പ്രതിദിനം 10 ദളിത് സ്ത്രീകൾ, ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്നാണ് അവരുടെ കണക്ക്. സ്ത്രീ സുരക്ഷയ്ക്ക് പദ്ധതികൾ ആവിഷ്കരിക്കാനും ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക പിന്തുണ നൽകുന്നതിനും മോഡി സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വിമർശനപരമായിട്ട് ഉന്നയിച്ചത്. ഇതോടൊപ്പം തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം കേരളത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയുള്ളതാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകുന്ന സമീപനമാണ് സ്ത്രീ സൗഹൃദമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നു. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 18% പ്രകടന പത്രികയിലെ വാഗ്ദാനം നമുക്ക് പാലിക്കാൻ സാധിച്ചു. 18% എന്നുള്ളത് ഉയർത്തി 22% ചെയ്തു. സ്ത്രീകൾക്കായി പ്രത്യേക വകുപ്പും ഡയറക്ടറേറ്റും കേരളത്തിൽ രൂപീകരിച്ചു. വനിതാ ഹെൽപ്പ് ലൈൻ പ്രവർത്തനം ആരംഭിച്ചു. മാർച്ച് 8 ഈ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ടുള്ള ഇതെല്ലാം ഉൾച്ചേർത്തിട്ടുള്ള ഒരു പ്രമേയമാണ് സഖാവ് സുജാത സമ്മേളനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇന്നലെ സഖാവ് പിണറായി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ ഇന്ന് രാവിലെ 9:30 മണി മുതൽ ചർച്ച ചെയ്യുകയും ഇനി 1 മണിക്കൂർ കൂടി ചർച്ച ബാക്കി നിൽക്കുകയാണ്. മൊത്തം 27 സഖാക്കളാണ് 5 മണിക്ക് പൂർത്തിയാവുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നത്. 20 സഖാക്കൾ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞു. രേഖയ്ക്ക് വൻ സ്വീകാര്യതയാണ്
സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധി സംഘങ്ങളിൽ നിന്ന് ഉണ്ടായത്. കേന്ദ്രം കേരളത്തെ ക്രൂരമായി അവഗണിക്കുമ്പോൾ നവകേരള നിർമ്മാണത്തിന് പുതുവഴികൾ കണ്ടെത്താനുള്ള പ്രഖ്യാപനമായാണ് സഖാക്കൾ ഈ രേഖയെ കണ്ടത്. കഴിഞ്ഞ സമ്മേളനം മുന്നോട്ടേക്ക് വെച്ച നവകേരള നിർമ്മാണം എന്ന ലക്ഷ്യം ഭൂരിപക്ഷവും നേടാൻ നമുക്കിതിനകം കഴിഞ്ഞതിനാൽ പുതുവഴികളും നടപ്പിലാക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസമാണ് സഖാക്കൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. പുതിയ വിഭവ സമാഹരണമെന്ന നിർദ്ദേശവും സ്വാഗതം ചെയ്യപ്പെടുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഉപരോധം പോലെയുള്ള സാമ്പത്തിക രംഗത്തുള്ള നമുക്കെതിരായിട്ടുള്ള നിലപാടും കടം വാങ്ങുന്ന പട്ടികയിലേക്ക് കിഫ്ബിയെയും പെൻഷൻ ഫണ്ടിനെയുമെല്ലാം മാറ്റുന്നതിലൂടെ കേരളത്തെ വരിഞ്ഞു മുറുക്കി ഒരു തരത്തിലുള്ള ക്രിയാത്മകമായ നിലപാടുകളും സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ കേരളത്തിൻ്റെ വികസനം മുരടിപ്പിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഈ രേഖ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് സർക്കാരും പാർട്ടിയും കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരും തയ്യാറാവണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. രേഖ സമഗ്രമാക്കുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും രേഖയോടൊപ്പം ചേർക്കേണ്ടുന്ന നിരവധിയായ കാര്യങ്ങൾ ഇതിൻ്റോടൊപ്പം പ്രതിനിധികൾ ഉയർത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഇതിനായി ഉപയോഗിക്കണമെന്നാണ് ഉയർന്നു വന്ന ഒരു നിർദ്ദേശം. നവകേരള നിർമ്മാണം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന കാര്യം സഖാക്കൾ ചൂണ്ടിക്കാണിച്ചു. കാർഷിക മേഖലയിലും ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിലും കൂടുതൽ ഊന്നൽ വേണമെന്ന നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട്. കാർഷിക മേഖലയിൽ നിലവിലുള്ള തൊഴിലുകളെ സംരക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ യന്ത്രവൽക്കരണം ഉൾപ്പെടെ നടപ്പിലാക്കി കൃഷി ആദായകരമായ നിലയിൽ കൈകാര്യം ചെയ്യപ്പെടണമെന്നും ആധുനികതയുടെ അടിസ്ഥാനത്തിൽ പുതിയ തലമുറയെ കൂടി ആകർഷിക്കാൻ സാധിക്കുന്ന തരത്തിൽ കാർഷിക മേഖല ശക്തിപ്പെടുത്തണമെന്നും സഖാക്കൾ നിർദ്ദേശമായി മുമ്പോട്ടേക്ക് വെച്ചു. സുഗന്ധദ്രവ്യങ്ങളുടെ ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന സമീപനം ഉണ്ടാവേണ്ടതുണ്ട് എന്ന് സഖാക്കൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. വന്യജീവി ആക്രമണത്തിൻ്റെ പ്രശ്നം അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശ്രദ്ധേയമായ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമായി സഖാക്കൾ മുന്നോട്ടേക്ക് വെച്ചു. മനുഷ്യ ജീവൻ്റേത് എന്ന പോലെ തന്നെ കർഷക വികസനത്തിനും ഇത് അതിപ്രധാനമാണ് എന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചു. ഡാമുകളിൽ നിന്നും മറ്റും മണൽ വാരൽ ഫലപ്രദമായി നടപ്പിലാക്കിയാൽ വലിയ രീതിയിലുള്ള വിഭവ സമാഹരണത്തിന് അതിടയാക്കും എന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ശക്തമായ ക്യാമ്പയിൻ വേണം എന്നും സഖാക്കൾ ചൂണ്ടിക്കാണിച്ചു. പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും നല്ല രീതിയിൽ പരിഗണിച്ചുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാട് കൂടി മുന്നോട്ടേക്ക് വെക്കണമെന്ന നിർദ്ദേശവും വന്നിട്ടുണ്ട്. ചർച്ച ഇനിയും 1 മണിക്കൂർ ബാക്കിയാണ്. ഇനിയുള്ള സന്ദർഭത്തിലും ഒരുപാട് പുതിയ നിർദ്ദേശങ്ങൾ വരും. അതെല്ലാം ചേർത്തുകൊണ്ട് നവകേരള എങ്ങനെ പുതിയ വഴികളിലൂടെ മുന്നോട്ടേക്ക് നയിക്കുമെന്നുള്ള കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നാളത്തോടുകൂടി ഫൈനലൈസ് ചെയ്ത് എല്ലാ നിർദ്ദേശങ്ങളും ഉൾപ്പെടെ ജനങ്ങളുടെ മുമ്പിൽ, കേരളത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം പറഞ്ഞ സ്ത്രീകൾക്ക് സുരക്ഷ നൽകണം എന്ന പ്രമേയത്തിന് പുറമെ ചില പ്രധാനപ്പെട്ട പ്രമേയങ്ങളും അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ നേരത്തെ ഇവിടെ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞതുപോലുള്ള മനുഷ്യ ജീവനുകൾ സംരക്ഷിക്കും വിധം കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന പ്രമേയം സഖാവ് CB വർഗീസ് അവതരിപ്പിച്ചു. അതേപോലെ മയക്കുമരുന്നിനെതിരെ ഏകോപിതമായ പ്രതിരോധം ഉയർത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം സഖാവ് S. സതീഷ് അവതരിപ്പിക്കുകയുണ്ടായി. റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം സഖാവ് ഓമലൂർ ശങ്കരൻ അവതരിപ്പിച്ചു. കേരളത്തിലെ റെയിൽവേ വികസനത്തിനുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്ന് പ്രമേയം സഖാവ് സതീദേവി അവതരിപ്പിക്കുകയുണ്ടായി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിൻ്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്ന പ്രമേയവും സഖാവ് M. പ്രകാശം മാസ്റ്റർ അവതരിപ്പിച്ചു. ആരോഗ്യമേഖലയിലെ കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യം സഖാവ് KK ശൈലജ ടീച്ചർ പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. പരമ്പരാഗത വ്യവസായ മേഖലയെ സംരക്ഷിക്കണമെന്ന പ്രമേയം സഖാവ് ചന്ദ്രബാബു അവതരിപ്പിച്ചു. മത്സ്യമേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിന് എതിരായി നയം തിരുത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം സഖാവ് സജി ചെറിയാൻ അവതരിപ്പിക്കുകയുണ്ടായി. മാഹിക്ക് വികസന പാക്കേജ് അനുവദിക്കണമെന്ന പ്രമേയം സഖാവ് M. പ്രകാശം മാസ്റ്റർ അവതരിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ കടന്നാക്രമണങ്ങൾക്കെതിരെ അണിചേരുക എന്ന പ്രമേയം സഖാവ് രാധാകൃഷ്ണൻ MP അവതരിപ്പിക്കുകയുണ്ടായി. ഇത്രയും പ്രമേയങ്ങൾ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചു. ഇന്നലെ ഒന്നും കൂടി പറഞ്ഞിട്ട് തുടങ്ങാം. ഇന്നലെ ഞാൻ ഇവിടെ പത്രസമ്മേളനം വേഗം തിടുക്കത്തിൽ അവസാനിപ്പിച്ച് പോയതിനെ രാത്രി ഞാൻ നോക്കുമ്പോൾ ഒരു വാർത്താ ചാനൽ കഥയുണ്ടാക്കുക. സാധാരണ ഗോവിന്ദ മാഷ് ഇങ്ങനെയല്ലായിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ ആ കാര്യം പറഞ്ഞതിന് ശേഷം ചോദ്യങ്ങൾക്കൊന്നും അധികം നിൽക്കാതെ പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, അരമണിക്കൂർ ഗ്യാപ്പിലാണ് ഇന്നലത്തെ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. കാരണം പ്രതിനിധി സമ്മേളനത്തിൻ്റെ തുടർച്ചയിൽ നമുക്ക് ആകെ ചായക്ക് പിരിയുന്ന അരമണിക്കൂറിൻ്റെ ദൈർഘ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടത് ആ സമയം കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത്യാവശ്യം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആ ചോദ്യത്തിന് മറുപടിയും പറഞ്ഞ് ഞാൻ പോയത്. അതിനിങ്ങനെ ഒരു വക്രീകരിച്ച് വാർത്തയുണ്ടാക്കുക എന്നത് എങ്ങനെയാണ് നെഗറ്റീവ് ഉണ്ടാക്കുക എന്ന നിങ്ങളുടെ ഗവേഷണപരമായ പ്രവർത്തനത്തെ ഞാൻ അംഗീകരിച്ചു.
ഞാൻ ചോദിക്കാം, ഇന്ന് ഞാൻ ഏ ഏ എല്ലാവരും കൂട്ടിച്ചേർക്കൽ വെറുതെ ഇവർ വർത്താനം പറയലാണോ? എല്ലാവരുടെയും കൂട്ടിച്ചേർക്കലാണ്. ഭൂരിയല്ല, എല്ലാവരും ഓരോ ഡെലിഗേഷനായിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ ഡെലിഗേഷൻ അവരുടെ ചർച്ചയുടെ ഭാഗമായി ഇതിൻ്റെ ഈ രേഖയോടൊപ്പം ചേർന്ന് വരേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച. അതുകൊണ്ട് എല്ലാവരുടെയും സംഭാവന ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉണ്ട്. ഇപ്പോഴൊന്നും തീരുമാനിച്ചിട്ടില്ല. അതായത് നമുക്ക് ആവശ്യമുള്ള വിഭവം സമാഹരിക്കണം എന്ന കാര്യം പൊതുവായിട്ട് അംഗീകരിക്കുകയാണ്. പിന്നെ എന്തൊക്കെ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ എന്നുള്ളതെല്ലാം വിശദാംശങ്ങളായിട്ട് അതിൻ്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോഴേ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു നിലപാട് നയം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ. അതൊക്കെ പിന്നീട് ആലോചിക്കും എങ്ങനെയൊക്കെയാണ് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പിന്നെ പരിശോധിക്കുന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കാനാണ് ശ്രമം. ഞാൻ പറഞ്ഞത് പൊതുവായൊരു നിലപാട് പാർട്ടിക്കുള്ളത്, നമ്മൾ ഈ വിഭവം സമാഹരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പണം തരാതിരിക്കുന്നു. നമുക്കാണെങ്കിൽ കേരളത്തിന് വിഭവം ലഭിക്കാനുള്ള നിരവധി സാധ്യത ലോകത്തുണ്ട്, ഈ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടാണല്ലോ കേരളീയനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പരാധീനത വെച്ചുകൊണ്ടല്ല അത് ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അനുവാദം തന്നാൽ ഇപ്പോഴും അതിനാവശ്യമായ പണം സ്വരൂപിക്കാൻ നമുക്ക് കേരളത്തിന് സാധിക്കും. അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള വഴിയുള്ള പദ്ധതികളാണ്, പ്രൊജക്റ്റുകളാണ്, നിക്ഷേപം. അതിനൊക്കെ നല്ല സാധ്യതയാണ് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ളത്. നേരത്തെ തന്നെ ജപ്പാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ അവർ സമ്മതിച്ചതാണ്. അതുപോലെ വിഭവ സമാഹരണത്തിനാവശ്യമായ നിരവധിയായ വഴികൾ നമ്മൾ കണ്ടെത്തും. ആ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം, അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഈ പണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പണം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള നിലപാടുകൾ അതത് സന്ദർഭത്തിൽ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക. ജനങ്ങളോട് ഈ കാര്യം തുറന്നു പറയുക തന്നെ ചെയ്യുക. അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏകകണ്ഠമായിട്ട് അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് പോവുകയല്ല. ജനങ്ങളുടെ സമ്മതിയോടെ ഈ കാര്യങ്ങൾ നിർവഹിച്ചു പോകണമെന്നാണ്. ഇപ്പം തന്നെ ചില ആളുകൾ മാധ്യമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പണി. അതെങ്ങനെയാണിത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ജനങ്ങളെ കേരളത്തിൻ്റെ ഈ മുന്നോട്ടുള്ള ഗതിയെ, ഈ പുതിയ വഴിയെ തടയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യമായ ഇടപെടൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരുമല്ല, കുറേ ആൾ തുടങ്ങിയിട്ടുണ്ട്. അതുൾപ്പെടെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് അതിനെയും ഞങ്ങൾ കൃത്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശരിയായ പ്രതിരോധം ചമച്ച് ആവശ്യമുള്ളത്ര നമുക്കുള്ള മൂലധന നിക്ഷേപം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും വിവിധ മേഖലയിൽ നിന്ന് സ്വരൂപിക്കാവുന്ന മൂലധനം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സഹകരണ മേഖലയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സഹകരണ മേഖല, ഇതെല്ലാം ചേർന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നാണ് നിരവധിയായ പ്രൊജക്റ്റുകളും നിലപാടുകളും നടപടികളും സ്വീകരിക്കാനാവുക. അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ജവഹർലാൽ നെഹ്റു ആ കാലം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്. സഹകരണ മേഖല എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ട്രഷറിയാണെന്നും. അത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രേഖയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ചെറുതായിട്ട് മാത്രമേ മുന്നേറിയിട്ടുള്ളൂ. അപ്പോൾ അതിന് നല്ല ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്കിഷ്ടം പോലെ മൂലധന നിക്ഷേപത്തിനുള്ള സൗകര്യം, സഹകരണ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം ആണ് കേരളം എന്നുള്ളതുകൊണ്ട് ആ മേഖലയെ നമുക്ക് ഫലപ്രദമായിട്ട് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. നിർദ്ദേശങ്ങളെ സംബന്ധിച്ചെല്ലാം ഓരോന്നും നമ്മുടെ സഖാക്കൾ കാണുന്നത് ജനവിരുദ്ധമാവാതിരിക്കുകയും, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഈ കേരളത്തിലെ അടിസ്ഥാന വർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഫലപ്രദമായി ഈ സന്ദർഭത്തിലും കൈകാര്യം ചെയ്യപ്പെടുമെന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രതിനിധി സഖാക്കളുടെ ഊന്നൽ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ വികസന പ്രക്രിയ മുന്നോട്ടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇടത്തരം വിഭാഗത്തെ രൂപപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക. എന്നാൽ അതോടൊപ്പം തന്നെ പരമ്പരാഗതമായ തൊഴിലാളി വിഭാഗം, ജനവിഭാഗങ്ങൾ, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഭാഗം, ആ വിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ
ഫലപ്രദമായിട്ട് ഈ പൊതുവികാസത്തിൻ്റെ ഒപ്പം തന്നെ അതിനെയും ഫലപ്രദമായി ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോകണം എന്നുള്ള കാര്യമാണ് സഖാക്കൾ ഡെലിഗേഷനുകൾ വ്യക്തമാക്കിയത്. ഏതൊക്കെ മേഖലയാണോ വേണ്ടത് ആ എല്ലാ മേഖലയും, അത് സർവതല സ്പർശിയായ മേഖലയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏതെങ്കിലും പ്രത്യേക നിങ്ങൾക്ക് പല നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കും. ജനവിരുദ്ധമാവില്ല. ജനവിരുദ്ധമാവുന്ന ഒരു സമീപനവും ഞങ്ങൾ സ്വീകരിക്കില്ല. അല്ല, നിങ്ങൾക്കുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനൊരു ആശങ്കയുണ്ട്. ആ ആശങ്ക നിങ്ങൾ ഈ പരിപാടി എങ്ങനെയാണോ നടപ്പിലാക്കാതിരിക്കേണ്ടത് എന്ന കാര്യം വെച്ചുകൊണ്ട് പ്രതിരോധിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. ആദ്യം ഞങ്ങളെ സംബന്ധിച്ച് ചർച്ചയിലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ചർച്ച അത്യാവേശത്തോടുകൂടിയാണ് സമ്മേളനം ഈ ഓരോ നിലപാടിനെയും സ്വീകരിക്കുന്നത്. നിങ്ങളെല്ലാം വിചാരം എന്താ, ഞാൻ ഓരോന്ന് പറയുമ്പോൾ കൈയടിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ പൊതുസമ്മേളനം മറ്റാ നല്ല പക്വത വന്ന കേഡർമാരാണ് പങ്കെടുക്കുന്നത് സമ്മേളനത്തിലട്ടാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ല. കുറേ കഴിയട്ടെ, അപ്പോൾ നിങ്ങളെല്ലാം പങ്കെടുപ്പിക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക സമ്മേളനം എന്താണെന്ന്. ഇപ്പോഴിങ്ങനെ പുറത്തു നിന്നിരിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അല്ല, പൊതുവായിട്ടുള്ള കാര്യം ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളും ഏതെങ്കിലും അർത്ഥത്തിൽ PPP ആക്കുക എന്നുള്ളതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനം തുടർന്ന് മുമ്പോട്ടേക്ക് പോകാനാവാത്ത സാഹചര്യം വരുന്ന ഘട്ടത്തിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. അതെന്ത് വേണമെന്നുള്ളത്, അത് സഹകരണ മേഖല ഉപയോഗിക്കാൻ പറ്റുന്ന സഹകരണ മേഖല ഉപയോഗിക്കാം, പൊതുമേഖല ഉപയോഗിക്കാൻ പറ്റുന്ന അത് ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ PPP ഉപയോഗിക്കാം. അങ്ങനെയുള്ള പല ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനുകൾ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേതിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം. മനസ്സിലോ? ഓരോ ജില്ലയിലും സഖാക്കൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് പറഞ്ഞു, ഇന്ന കമ്പനികളിൽ നിന്ന് സജീവമായി പ്രവർത്തിക്കാൻ സാധിക്കാതെ നിശ്ചലമായി കിടക്കുകയാണ് എന്ന് അങ്ങൊന്നും ഇങ്ങത്തോളം പറയേണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നോക്കും, ശ്രദ്ധിക്കും. ഭൂമി മാത്രമൊന്നുമല്ല, ഭൂമി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത് അത് ഗവൺമെൻറ് ചെയ്ത് നടപ്പിലാക്കാൻ പോകുന്ന സന്ദർഭത്തിലല്ലേ നയം ഒരു പ്രാവർത്തികമാക്കുന്ന ഘട്ടം വരുമ്പോഴും സ്വാഭാവികമായിട്ടും LDF ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്തിട്ടല്ലേ കേരളത്തിൽ നടപ്പിലാക്കുക. കഴിഞ്ഞ പ്രാവശ്യം LDFൻ്റെ ഭാഗമാക്കി മാറ്റിയല്ലോ ആ രേഖ. അതുപോലെ ഇപ്പം ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന രേഖ അവതരിപ്പിച്ച് അംഗീകരിക്കുന്നതോടുകൂടി അത് പൊതു സ്വത്തായിട്ട് മാറും. എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ ഭാഗമായിട്ട് LDF ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ലാഭത്തിലെടുക്കുന്ന ഒരു PPP ഇല്ല. പറഞ്ഞ അത്രയുണ്ട്, കൂട്ടിപ്പോയ സൈസ് എത്രയുണ്ട്, അത്രയേ ഉള്ളൂ. ലാഭത്തിൽ പോകുന്നതോ, അതായത് പൊതുമേഖല വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യയിലെ ക്രോണി ക്യാപിറ്റലിസം എന്നൊരു പദം കേട്ടിട്ടുണ്ടോ? ഞാൻ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് പറഞ്ഞതാണ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പദം ഉണ്ടോ? എന്താ പറയാതെ? ക്രോണി ക്യാപിറ്റലിസം എന്ന ഒരു പദം കേട്ടിട്ടുണ്ടോയെന്ന്. ചങ്ങാത്ത മുതലാളിത്തം. അതാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. അതിൽ 3 പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളാണ്. 1 കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്, 2 വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം, 3 ഉന്നത ബ്യൂറോക്രാറ്റ്സ്. ഇത് 3ഉം ചേർന്ന് കോടാനുകോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമ്പത്ത് ഓഹരി വെക്കുന്ന സമീപനത്തിൽ നിന്നും രൂപപ്പെട്ട് വന്നിട്ടുള്ളതാണ് ക്രോണി ക്യാപിറ്റലിസം. അതിവിടെ ഉദ്ദേശിക്കുന്നില്ല. അതാ നിങ്ങൾക്ക് മനസ്സിലാവാതെ. അതിവിടെ ഉദ്ദേശിക്കുന്നില്ല. ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ, ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് നിലപാടിന് തികച്ചും വിപരീതമായ ജനോപകാരപ്രദമായ രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഫലപ്രദമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതിൻ്റെ പാഠശാലയായിരിക്കും ബദലായ കേരളത്തിലെ ഈ നിലപാട്. നിങ്ങൾ കൈയടിച്ചോ? ഇത് അല്ല, അതൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അതിൽ വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്.
അവർ ആരെങ്കിലും ഇട്ടേച്ച് പോകുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകാനാണ് ഗവൺമെൻറ് ശ്രമം. മനസ്സിലായില്ലേ? ആരെങ്കിലും ഇട്ടേച്ച് പോയാൽ അത് ഏറ്റെടുത്ത് മുമ്പോട്ടേക്ക് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതാണല്ലോ കോട്ടയത്ത് ഉൾപ്പെടെ ഉള്ള നമ്മുടെ പുതിയ പേപ്പർ മില്ല് ഉൾപ്പെടെയുള്ള കാര്യം. മുമ്പോട്ടേക്ക് പോകാനാണ്. റിപ്പോർട്ടിന് മേലെ വളരെ ആരോഗ്യകരമായ ചർച്ചയായിരുന്നു ഇന്നലെ നടത്തിയത്. നിങ്ങൾ പത്രക്കാർ മാത്രമേ പുതിയ ചർച്ച നടത്തിയിട്ടുള്ളൂ. അത് വേറെ ആ ചർച്ച ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട. നെഗറ്റീവായ ഒരു കാര്യവും അതിൻ്റെ പിന്നിൽ പോകാൻ ഈ പാർട്ടി തയ്യാറില്ല. ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് മുഴുവൻ കാര്യത്തെയും കാണുന്നത്, പ്രവർത്തന റിപ്പോർട്ട് ഉൾപ്പെടെ. നിങ്ങൾ അതിൻ്റെ അകത്ത് വിഷം കലക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചേർത്ത് വെച്ചാൽ ആ ചേർത്ത് വെച്ചതിൻ്റെ പുറകെ ഞങ്ങൾ പോകുമെന്നും അതിൻ്റെ മാനസികമായ സമ്മർദ്ദത്തിലായിരിക്കും ഞങ്ങളെല്ലാം ഉണ്ടാകുമെന്നും നിങ്ങൾ ധരിക്കണ്ട. പോസിറ്റീവായ നിലപാടിൻ്റെ ഒപ്പം നിന്ന് നെഗറ്റീവായിട്ട് വരുന്ന എല്ലാറ്റിനെയും തള്ളി ഈ പാർട്ടിയും പ്രസ്ഥാനവും മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. നിങ്ങളുടെ അജണ്ടക്ക് നിന്നു തരാൻ ഞങ്ങളില്ല എന്ന കാര്യം ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടില്ലാണ്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ആ സമ്മേളനം തന്നെയല്ലേ തീരുമാനിക്കുക. അത്രയൊന്നും മണിക്കൂറില്ലല്ലോ, വളരെ ചുരുക്കം മണിക്കൂറിലേ ഉള്ളൂ. കാത്തിരുന്ന് കാണാം. സംസ്ഥാന ഇല്ല, വ്യക്തിപരമായ ഒരു പരാമർശം പോലും ഉണ്ടായില്ല. അത് സ്വാഭാവികമായിട്ട് സംസ്ഥാന സെൻറ്റർ, സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാം ചർച്ച ചെയ്യുന്നില്ല. പിന്നെ എന്ത് സമ്മേളനം? പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതൊക്കെ എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ്, ഇനിയും അതിന് ഉണ്ടാവും. അതുകൊണ്ട് പദവിയോ പ്രശ്നമൊന്നുമല്ല കാര്യം. പാർട്ടി സംഘടനക്കകത്ത് ഉടനീളം നല്ല രീതിയിലുള്ള ആരോഗ്യകരമായ ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. അതെല്ലാം കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം മറുപടി പറയുമ്പോഴാണ് അതെല്ലാം വ്യക്തത വരിക. ആ വ്യക്തതയോടുകൂടി നാളെ പിണറായിയുടെ കൂടി മറുപടിക്ക് ശേഷം അംഗീകരിച്ച് കൃത്യമായിട്ട് സമ്മേളനം പ്രവർത്തന റിപ്പോർട്ട് അംഗീകരിക്കും. തുടർന്ന് അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു അസന്നിഗ്ധയിൽ അവിടെ നിന്നോട്ടെ. ചില പത്രം എഴുതിയല്ലോ, അത് അങ്ങനെ അത് ഒരനിശ്ചിതത്വമില്ല. അനിശ്ചിതത്വമില്ലെന്ന് ഞാൻ ഉറപ്പ്. അത് നെഗറ്റീവാണല്ലോ. അതാ ഞാൻ പറഞ്ഞ ഒരു അനിശ്ചിതത്വമില്ല. ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ നല്ല മെച്ചപ്പെട്ട ഗവൺമെൻറ് എന്ന രീതിയിലാണ് വിലയിരുത്തിയിട്ടുള്ളത്. മെച്ചപ്പെട്ടതാണ്. അതിനേക്കാളൊക്കെ വളരെ ശക്തിയായി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അന്നത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിന് ബദലായിട്ട് വന്ന ഗവൺമെൻറ്റാണ്. ഇന്നാണെങ്കിൽ പിണറായിയുടെ ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേം വന്നിട്ടുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളതാണ് നമ്മുടെ നവകേരള നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അതുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചു എന്ന് തന്നെയാണ് കാണുന്നത്. നാളെ കഴിഞ്ഞതിന് ശേഷം പറയാം സമ്മേളനത്തിൽ. പത്രസമ്മേളനം വേര് കുന്നാംകുളത്താണ് എന്നുള്ള കാര്യം ഞങ്ങൾ എന്തായാലും പത്രസമ്മേളനം നടത്തും നാളെ. അപ്പോൾ അവസാനിപ്പിക്കാം അല്ലേ? അല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കാകെ നവകേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാനാവണം എന്നാണ്. അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം എന്നുള്ളതല്ല. പക്ഷേ ഊന്നൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സാധാരണ ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വർഗങ്ങളുടെ വളർച്ചയാണ് ഊന്നൽ. പക്ഷേ അവിടെ മാത്രം നിൽക്കില്ല, എല്ലാവർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കത്തക്ക രീതിയിലാണ്. നിങ്ങൾ ഇവിടെ ഏത് സംഭരണമാണ്? ടാറ്റയും ബിർളിയും മറ്റേ ഗോയങ്കിയും മറ്റ് മഫ്സലാലും ഒക്കെ എവിടെയുള്ളത്? നിങ്ങൾ ഏതാ സമ്പന്നത ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന സമ്പന്നതയുടെ ഏത് വിഭാഗമാണ്? ഞങ്ങൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ പറയാം. അത് വലിയ സമ്പന്നന്മാരൊന്നുമല്ലല്ലോ. ഈ കേരളം തന്നെ ഒരു ഇടത്തരക്കാരുടെ രാജ്യമായിട്ട് മാറുകയാണ്, ഡെവലപ്പ് ചെയ്ത് വരികയാണ്. സ്വാഭാവികമായിട്ട് അവരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള
ഒരു ഗവൺമെൻറ് നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക. മുകേഷ് കണ്ടിരുന്നത് നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. ഞാൻ അതിനെ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ കണ്ടു. കാണുന്നില്ല നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ അന്വേഷിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ, മാധ്യമങ്ങളൊക്കെ. അപ്പോൾ കണ്ടു പറഞ്ഞു. അദ്ദേഹം നമ്മുടെ പാർട്ടി സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട പ്രതീതി പോലും, പാർട്ടി മെമ്പർ പോലും അല്ല. അതിന് വേണ്ടേ പിന്നെ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറയാതിരിക്കാൻ? അത് നോക്കേണ്ട കാര്യം. സംഘടനയായിട്ടുണ്ട് അദ്ദേഹം. ശരി, അപ്പോൾ മതിയാക്കല്ലോ. ഈ ഗവൺമെൻറ്റിൻ്റെയും അടുത്ത ഗവൺമെൻറ്റിൻ്റെയും എല്ലാ കാര്യത്തിലും നടപ്പിലാക്കും. മനസ്സിലായില്ല അല്ലേ? ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ നടപ്പിലാക്കും, അടുത്ത ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ നടപ്പിലാക്കും. ആ അടുത്ത ഗവൺമെൻറ് വരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഈ പുതിയ വഴികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 3ാം ഘട്ടത്തിലേക്കുള്ള യാത്രയാണ്. അല്ല, ഇപ്പോൾ തന്നെ നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനുള്ള പണിയാണ് ഞങ്ങൾ നടത്തുന്നത്. അതിലാണിപ്പം പറഞ്ഞിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കുടുംബിനികൾക്ക്, വീട്ടമ്മമാർക്ക് കൊടുക്കേണ്ടുന്ന പെൻഷൻ സംബന്ധിച്ചെല്ലാം കാര്യമായ ആലോചന നടത്തും എന്ന് ഈ രേഖയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആയിട്ടില്ല, നമുക്ക് നോക്കാം, പെട്ടെന്ന് തന്നെ നടത്താം. അല്ല, അത് കഴിയട്ടെ. സമ്മേളനമൊക്കെ കഴിഞ്ഞ് നമുക്ക് നല്ലപോലെ ആലോചിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെല്ലാം കൂടി ശരിക്ക് റിവ്യൂ ചെയ്ത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കൊടുക്കാം. ധൃതി പിടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളിത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ബഡ്ജറ്റ് തന്നെ അത് കൊടുക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമെന്ന് തന്നെയാണ്. കരിമണലൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഖനിജങ്ങളല്ലേ. അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? മണൽ തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയാൽ എത്ര കോടി രൂപയുടെ മണലാണ് കേരളത്തിലുള്ളത്? നമ്മുടെ ഡാമിലും അതുപോലെ തന്നെ പുഴയിലും ഒക്കെയുള്ള മണൽ തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് കേരളത്തിൻ്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് ഇടയാക്കുന്ന അത്രയും സമ്പത്ത് നമുക്ക് പ്രകൃതിദത്തമായിട്ട് തന്നെ അടിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് തീരുമാനിക്കാം. ഇത് എന്തിനാണ് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം? അത് ഉൾപ്പെടെയുണ്ട്. പോരെ? ഒരു വാർത്തയായല്ലോ റിപ്പോർട്ടറിന്. അതല്ലേ വളരെ വളരെ അത് സംബന്ധിച്ചെല്ലാം മോണിറ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഏതാ? ദൂരദർശനാണ്. അത് നാളത്തോടു കൂടി എല്ലാം മാറ്റും. നാളത്തോടു കൂടി. നാളെ ഇപ്പം ഞായറാഴ്ചയാണല്ലോ. അത് നാളെ നമുക്ക് മാറ്റാം.